എവിടെയൊക്കെ അവാർഡുകളുണ്ടോ അവിടെയൊക്കെ മമ്മൂട്ടി സിനിമകളും ഉണ്ട് എന്ന രീതിയിലാണ് അവാർഡ് ഫംഗ്ഷനുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ഫീൽഡിലുള്ള അവാർഡുകളിൽ മിക്കതിലും മമ്മൂട്ടി സിനിമകളുണ്ടാകും. ഇപ്പോഴിതാ നാഷണൽ അവാർഡിനും സ്റ്റേറ്റ് അവാർഡിനും പുറമെ മമ്മൂട്ടി മറ്റൊരു അവാർഡിനായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അവാർഡിൽ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മികച്ച നടനുള്ള അവാർഡ് രണ്ടെണ്ണം ഒരുപക്ഷെ മമ്മൂട്ടിയുടെ വീട്ടിലേക്കാവും എത്തുക. കാരണം തെലുങ്കിൽ നിന്ന് മകൻ ദുൽഖർ സൽമാനും കേരളത്തിൽ നിന്ന് മമ്മൂട്ടിയുമാണ് മികച്ച നടനുള്ള കാറ്റഗറിയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. മിക്കവാറും മമ്മൂട്ടിയും ദുൽഖറും തന്നെയാണ് ഈ അവാർഡ് നേടുകയും ചെയ്യുക. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. മലയാളികളുടെ പ്രിയ താരങ്ങളാണ് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകനും. കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്താണ് മമ്മൂട്ടി അമ്പരിപ്പിക്കുന്നതെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് പാൻ ഇന്ത്യൻ സ്റ്റാറായി തിളങ്ങിയാണ് ദുൽഖർ ഞെട്ടിക്കുന്നത്. ഇരുവരുടെയും നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ മികച്ച നടൻ ആരെന്ന മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് മമ്മൂട്ടിയും ദുൽഖറും. സൈമ 2025 മികച്ച നടനുള്ള മത്സരത്തിലാണ് മമ്മൂട്ടിക്കും ദുൽഖറിനും നോമിനേഷൻ ഉള്ളത്. മമ്മൂട്ടി മലയാളത്തിലാണെങ്കിൽ ദുൽഖർ തെലുങ്കിൽ മികച്ച നടനാകാനുള്ള മത്സരത്തിലാണ്. ബ്രഹ്മയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ. ഒപ്പം ആസിഫ് അലി, കിഷ്കിന്ധ കാണ്ഡം, ഫഹദ് ഫാസിൽ ആവേശം, പൃഥ്വിരാജ് ആടുജീവിതം, ടോവിനോ തോമസ്, MARM, ഉണ്ണി മുകുന്ദൻ, മാർക്കോ എന്നിവരും മത്സര രംഗത്തുണ്ട്. ഇവരിൽ എന്തും കൊണ്ടു കേമൻ മമ്മൂട്ടി തന്നെയാണ്. അത് ഒരു സംശയവുമില്ലാതെ പറയാം. കാരണം മറ്റുള്ളവർ മോശക്കാരായതുകൊണ്ടല്ല, 72-ാം വയസ്സിലും മമ്മൂട്ടി കാഴ്ചവെച്ച പ്രകടനം തന്നെയാണ്. ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ടവർക്കറിയാം അദ്ദേഹം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ക്യാരക്ടർ ചെയ്യാൻ എന്നുള്ളത്. കേരളത്തിൽ നിന്നും മമ്മൂട്ടിക്ക് വെല്ലുവിളി ഉയർത്തുക പൃഥ്വിരാജ് ആയിരിക്കും ആടുജീവിതത്തിലെ അഭിനയത്തിന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മലയാളത്തിൽ നിന്ന് ആരാകും മികച്ച നടൻ? എന്നാൽ മകൻ ദുൽഖർ സൽമാൻ തെലുങ്കിൽ വമ്പൻ താരങ്ങൾക്കൊപ്പമാണ് മത്സരിക്കുന്നത്. ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ദുൽഖറിന് നോമിനേഷൻ. അല്ലു അർജുൻ, പുഷ്പ 2, ജൂനിയർ NTR, ദേവര, നാനി, സരിപേദ, സനിവാനം, പ്രഭാസ്, കൽക്കി, തേജസജ്ജ, ഹനുമാൻ എന്നിവരാണ് ദുൽഖറിനൊപ്പം മികച്ച തെലുങ്ക് നടനുള്ള കാറ്റഗറിയിൽ മത്സരിക്കുന്നത്. ദുൽഖറും മമ്മൂട്ടിയും മികച്ച നടനുള്ള അവാർഡുകൾ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ? ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഇതാദ്യമായിരിക്കും മികച്ച നടനുള്ള അവസരത്തിൽ അച്ഛനും മകനും മത്സരിക്കുന്നു എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ആരാകും കേരളത്തിലെയും തെലുങ്കിലെയും മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെടുക?